കൂടുതൽ നുണ പറയുന്നതാണ്. ഞാൻ സത്യത്തിലൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം നിർദ്ദേശിച്ച് പറയും. പിന്നെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ കഴിക്കാനോ പോകാനോ ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അതങ്ങോട്ട് ശരിയാവും. അത് പഠിച്ചോണ്ടൊരു കുതിർത്ത് ഇതിൽ കഴിഞ്ഞാൽ വേറെ ഒന്നും എനിക്ക് തോന്നല്ല. നമ്മുടെയൊക്കെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കിയാലേ ഒരു വലിയ സംഭവമൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യും. പക്ഷെ ആ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി പഠിച്ചവനോട് ശരിയാക്കണം. പിന്നെ എനിക്ക് പോണ സമയത്ത് മുസ്ലിംസിൻ്റെ സംഘാടകരോടും എൻ്റെ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ഇവിടെ നമ്മളുടെ ഒരു വിളസ്ഥലമാണ്. വിളവെടുക്കുക. ആ വിളവെടുക്കുന്നത് നമ്മുടെ പാരത്രിക ജീവിതത്തിനും നാട്ടിലെ ബാക്കി ജീവിതത്തിനും, എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കി ജീവിതം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാകുമെന്ന് എനിക്കെല്ലാം അറിയില്ല. ആർക്കും അറിയില്ല ആരെ കാര്യം. പക്ഷെ വളരെ നിസ്സാര കാലം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ ബാക്കി കാലം കൂടി കഴിഞ്ഞാൽ ശാശ്വതമായ പാരത്രിക ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, എന്ത് ബാക്കിയാക്കി, ഇത് മാത്രമായിരിക്കും നമുക്ക് ബാക്കിയുണ്ടാകുക. ആഘോഷങ്ങളും സന്തോഷങ്ങളും മനുഷ്യജീവിതത്തിന് ആവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 65 വയസ്സ് കഴിഞ്ഞു. അതിൽ 33 കൊല്ലത്തിലധികം സൗദി അറേബ്യയിലാണ് കഴിഞ്ഞു പോയി. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ 75% എന്ന് തന്നെ അതിനേക്കാൾ കൂടുതൽ. കാരണം പകുതി നാട്ടിലാണെന്ന് പറയാം. പക്ഷേ ആ പകുതി എൻ്റെ കൊച്ചു കുട്ടിക്കാലം അങ്ങനെ കഴിഞ്ഞു പോയി. അതും വിദ്യാഭ്യാസ കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ ഇനി സത്യത്തിൽ പുതിയ ബന്ധനങ്ങളും ഉണ്ടാക്കണം. പലരെയും ഞാൻ അറിയില്ല. എൻ്റെ ബന്ധുക്കളിൽ തന്നെ കുടുംബാദികളെ ഒരുപാട് പേരെ കല്യാണത്തിലൊക്കെ ചെല്ലുമ്പോൾ ഇന്നാളെ മകനാണെന്ന് പറയുമ്പോഴാണ് അറിയാം. ആ അവസ്ഥ മാറി ഇനി അവരുമായിട്ടുള്ളൊരു ബന്ധം ഇനി ഇവിടെ കൊടുങ്ങല്ലൂർ കൂട്ടായ്മയിൽ ഉണ്ടാക്കിയ പോലെ ഒരു ബന്ധം ഇനി അവിടെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കി അവിടെയും ഇവിടുത്തെ ജീവിതം പോലെ തന്നെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പടച്ചവനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ